ഹായ് ഫ്രണ്ട്സ്, തടവറയ്ക്കുള്ളിലെ ജീവിതം എന്ന നോവലിൻ്റെ 32-ാം അധ്യായം. രാത്രി ഉറങ്ങാതെ കിടക്കുകയാണ് കാർത്തി. അവളുടെ മനസ്സിൽ അസ്വസ്ഥത പെരുകി വന്നു. നിന്റെ മോൻ്റെ അടുത്തേക്ക് പോടി എന്ന കരുണൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ മായാതെ നിന്നു. കരുണേട്ടൻ എന്താണ് അങ്ങനെ പറഞ്ഞത്? മദ്യലഹരിയിൽ പറഞ്ഞ വെറുതെ പാഴ്വാക്കല്ല അതെന്ന് അവൾക്ക് തോന്നി. ഈശ്വര, തൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? എങ്ങനെ? മരിച്ചു പോയതല്ലേ തൻ്റെ പൊന്നുമോൻ? എന്തൊക്കെയോ സംശയങ്ങൾ അവളുടെ മനസ്സിൽ രൂപം കൊണ്ടു. മരിച്ചതാണെങ്കിൽ കൂടി തൻ്റെ പൊന്നിൻകൂടത്തിന് ഒരു നോക്ക് കാണിക്കുക കൂടി ചെയ്തില്ലല്ലോ. മരിച്ച കുഞ്ഞിനെ കരുണേട്ടൻ വാങ്ങി നേഴ്സിനെ ഏൽപ്പിച്ചത് എന്തിനും? പിന്നീട് അമ്മയും തൻ്റെ പൊന്നമ്മനെ കണ്ടിട്ടില്ലത്രേ. കരുണേട്ടൻ അന്ന് തന്നെ എവിടേക്കോ പോവുകയും ചെയ്തു. എല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ഇതിലെന്തോ ചതിയില്ലേ? ഉണ്ട് എന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. എന്താണത്? എങ്ങനെ കണ്ടുപിടിക്കും? ഇനി എല്ലാം തൻ്റെ വെറും സംശയങ്ങൾ മാത്രമാണോ? എന്തായാലും ഡോക്ടർ ജെയിംസിനെ ഒന്ന് പോയി കാണാൻ തന്നെ അവൾ തീരുമാനിച്ചു. പിറ്റേന്ന് കരുണൻ ഓഫീസിലേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ കാർത്തിയും ഒരുങ്ങിയിറങ്ങി. കാർത്തിയെ കണ്ട ഡോക്ടർ ജെയിംസ് അമ്പരന്നു. കാർത്തിയുടെ ഓപ്പറേഷന് ശേഷം ഇതുവരെയും അവൾ ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ വരവിൻ്റെ ഉദ്ദേശം എന്ത്? അതും ഒറ്റയ്ക്ക്. അയാൾ പെട്ടെന്ന് ജാഗരൂകനായി. എനിക്കൊരു കാര്യം അറിയണമെന്നുണ്ട്. ഡോക്ടർ സത്യസന്ധമായ ഉത്തരം പറയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അവൾ ജെയിംസിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ശാന്തമായി ഡോക്ടർ ചോദിച്ചു. കാർത്തി അല്പസമയം മൗനമായിരുന്നു. എന്നിട്ട് ചോദിച്ചു, എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ ഡോക്ടർ? പെട്ടെന്ന് ആ ചോദ്യം കേട്ടപ്പോൾ ഡോക്ടർ നടുങ്ങിപ്പോയി. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ. താങ്ക് യു.